കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സൂപ്പർ നോവേൻ്റെ ചിക്കൻ മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മല്ലിപ്പൊടി വറുത്ത് വെച്ചതുണ്ട്, അത് ആഡ് ചെയ്യാൻ പോവാണ്. മല്ലിപ്പൊടി വറുത്ത് വെച്ചത് ചേർക്കുകയാണ്. ഇത് നമ്മൾ ചിക്കൻ കറിക്കുള്ള കൂട്ടാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം. നല്ല വെണ്ണ പോലെ അരയ്ക്കണേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും അരയ്ക്കുക. കറിക്ക് വേണ്ടിയിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഒഴിച്ച് കൊടുക്കുന്നു. നല്ല അരഞ്ഞ മസാലയാണ്. എന്നിട്ട് അതിങ്ങനെ തിരുമ്പി കൊടുക്കുക കൈ കൊണ്ട്. മസാല നല്ല എല്ലാ ചിക്കൻ്റെ മുകളിലേക്കും ആകും പോലെയാണ് തിരുമ്പി കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ജാറിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇതാ നമ്മളിപ്പോൾ മസാല തിരുമ്പിയിട്ട് വെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി നൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നാളികേരം ആവശ്യമുള്ളവർ ഇടാം കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടു. നല്ല നിറം മാറി വന്നതിന് ശേഷം ആവശ്യമുള്ള തക്കാളി അരിഞ്ഞെടുക്കുക. എന്നിട്ട് തക്കാളി അതിലേക്ക് ഇടുന്നതാണ് കേട്ടോ. ഇതാ ഇത് നല്ല നിറം മാറി വരുന്നുണ്ട് ഉള്ളി. കുറച്ചും കൂടി നിറം മാറണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇടാൻ. ഒന്നും കൂടി നിറം മാറണതാണ്. ഉള്ളി നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇടാം. ഞാനിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞ് വെച്ചത്. ഇത് ഇടുന്നതാണ്. ഇനി ഇതാ ഇങ്ങനെ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ ചിക്കൻ തിരുമ്പി വെച്ചില്ലേ കുറച്ച് മുമ്പ്, അത് ഇടുന്നതാണ്. ഇതാ നമ്മൾ തിരുമ്പി വെച്ച ചിക്കൻ അതിലേക്ക് ഇടുന്നതാണ്. ഇതാ നമ്മളിപ്പോൾ ചിക്കൻ ഇതിലേക്ക് ആക്കി കഴിഞ്ഞു. ഇനി നല്ല അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കണം. ചിക്കൻ വെന്തിട്ടില്ല, വേവാൻ വേണ്ടി ഇനി കുറച്ച് നേരം കൂടി വയ്ക്കേണ്ടതാണ്. ചിക്കൻ നല്ല വെന്ത് വരണേ. കൂടി മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഗ്രേവി പോലെ ആയതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.